പോകാൻ അതിവിദഗ്ധൻ. ചാൾസിന്റെ കൊയ്ത്തരിവാളിന് ആവശ്യക്കാർ ഏറെയാണ്. വീട്ടുപണികൾക്ക് ശേഷം ആലയിൽ വന്നിരുന്നും ഉലയൂതുന്ന അയാളുടെ ഭാര്യ ബ്രിജിറ്റ് ഒരു സാധു സ്ത്രീ. കാസ്റ്റ്നൂവായിലെ കൃഷിക്ക് മാന്ദ്യം നേരിട്ടപ്പോൾ അവർ പുതിയ കുടിയേറ്റ പ്രദേശമായ റിവായിലേക്ക് താമസം മാറി. ടൂറിൽ നിന്നു 10 മൈലകലെ കിറേറിയ ജില്ലയിലെ ഒരു പ്രദേശമാണ് റവ. റവയിൽ വെച്ച് ചാൾസ് ബ്രിജിറ്റ് ദമ്പതികൾക്ക് ഒരു കുട്ടി ജനിച്ചു. 1842 ഏപ്രിൽ 2-ാം തീയതിയാണു കുട്ടി ജനിച്ചത്. ജ്ഞാനസ്നാന സമയത്ത് കുട്ടിക്ക് അവർ ഡൊമിനിക് എന്നു പേരിട്ടു. ഡൊമിനിക്കിന് 2 വയസ്സായപ്പോൾ ചാൾസും ബ്രിജിറ്റും മുരിയാസോ എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറി. ആർക്കും എടുത്തോർമ്മിക്കാൻ തോന്നും വിധം സുമുഖനായിരുന്ന കൊച്ചു ഡൊമിനിക് എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം ഇടപഴകുന്ന ശാന്ത സ്വഭാവിയായ കുട്ടി. ചാൾസിന്റെ ജീവനായിരുന്നു ഡൊമിനിക്. അമ്മയുടെ ചേലത്തുമ്പിൽ പിടിച്ച് പിച്ച വെച്ചു തുടങ്ങി അവനെ നോക്കിയിരുന്നാൽ ചാൾസ് എല്ലാം മറക്കും. വലിയ ആരോഗ്യമൊന്നുമില്ലായിരുന്നു കൊച്ചു ഡൊമിനിക്കിന്. മിക്കപ്പോഴും പനി വരും. പിന്നെ 2 ആഴ്ചത്തേക്ക് കിടപ്പാണ്. അനിതര സാധാരണമായ ബുദ്ധിശക്തിയും ഓർമ്മയുമായിരുന്നു അവന്. സംസാരിക്കാൻ പഠിച്ചപ്പോൾ തന്നെ സന്ധ്യാപ്രാർത്ഥനകൾ മനഃപാഠമായി ചൊല്ലും. പ്രാർത്ഥനാ വേളകളിലും പള്ളിയിൽ പോകുമ്പോഴും അവന്റെ സർവ്വക്ഷീണവും മറക്കും. അത്യുത്സാഹത്തോടെ ആരാധനകളിൽ പങ്കുകൊള്ളും. അവനെക്കൊണ്ട് യാതൊരു ശല്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവന്റെ അമ്മ പറയും, വളരെ അനുസരണയുള്ളവൻ. പ്രാർത്ഥനയും പഠനവുമാണ് ഏറെ ഇഷ്ടം. എങ്കിലും പറയുന്ന എല്ലാ ജോലിയും നിഷ്ഠയോടെ ചെയ്യും. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് അവൻ വലിയ ആശ്വാസമായി. ജോലി ചെയ്തു ക്ഷീണിച്ചു വരുന്ന പിതാവിനെ അവൻ പരിചരിക്കും. അമ്മയെ ജോലിയിൽ സഹായിക്കും. ഭക്ഷണത്തിനു മുമ്പും പ്രഭാതത്തിൽ സന്ധ്യാസമയത്തും പ്രാർത്ഥിക്കണമെന്നത് അവന് നിർബന്ധമായിരുന്നു. യാതൊരു പരിപാടികളും തന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുവാൻ അവൻ അനുവദിച്ചില്ല. ഒരു നാൾ വീട്ടിലെത്തിയ ഒരു അതിഥി ഭക്ഷണത്തിനു മുമ്പ് പ്രാർത്ഥനയിൽ പങ്കുചേരാതിരുന്നതിനാൽ അയാളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഡൊമിനിക് വിസമ്മതിച്ചു.